ഇതിനെ നേരെ എടുത്തിട്ട് നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇട്ടാലോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഓട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്. അപ്പോൾ ഇതേപോലെ ഒരു ടാങ്ക് എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് നോക്കിയാലോ? അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിനാവശ്യമായത് കുറച്ച് പഴയ ഓടുകളാണ്. പുതിയ ഓടും ഉപയോഗിക്കാം, പഴയ ഓട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഓടുകളാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 പഴയ ഓട് എടുക്കുക ആദ്യം. എന്നിട്ട് 4 ഓടുകളും ഈ രൂപത്തിൽ വെക്കുക. എന്നിട്ട് അത് വീണു പോകാതിരിക്കാൻ ചെറിയൊരു നൂൽക്കമ്പിയായിട്ട് എടുക്കുക. എന്നിട്ട് സൈഡിലൂടെ കെട്ടിക്കൊടുക്കുക. ഇത് കെട്ടിക്കൊടുക്കുന്നത് കുട്ടികൾ തട്ടിയാൽ, നമ്മൾ സിമെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തട്ടിയാലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു നൂൽക്കമ്പി എടുത്തിട്ട് ഒന്ന് ചെറുങ്ങനെ ടൈറ്റായി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നൂൽക്കമ്പി എടുത്തിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. നൂൽക്കമ്പി തന്നെ വേണമെന്നില്ല, കയറോ എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചത് ഇവിടെ നൂൽക്കമ്പിയാണ്. എന്നിട്ട് 4 കോണുകളും കൃത്യമായി ശരിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അല്പം സിമെൻ്റ് എടുക്കുക. സിമെൻ്റ് മാത്രം കുഴച്ചത് കേട്ടോ. ഒരു നല്ല ടൈറ്റ് രൂപത്തിൽ സിമെൻ്റ് കുഴച്ചതെടുക്കുക. എന്നിട്ട് 4 മൂലകളിലും എന്തെടുക്കണം? ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ സിമെൻ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സിമെൻ്റ് സൈഡിലൂടെ 4 കോണുകളിലുള്ള ഭാഗത്തിൽ ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുന്നത് വെള്ളം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലതുപോലെ 4 മൂലകളും കൃത്യമായി അടച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റ് തന്നെ സിമെൻ്റ് എന്തായി കൊടുക്കുക? 4 മൂലയിലും ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ 4 മൂലയിലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സിമെൻ്റ്. അപ്പോൾ 4 മൂലയിലും ഞാൻ നല്ലതുപോലെ സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾവശത്ത് സിമെൻറ്റും അല്പം മണലും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഉൾവശത്ത് അടിഭാഗത്ത് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ നല്ലതുപോലെ സിമെൻറ്റ് കുഴച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടെ ലൂസാക്കാം. എന്നിട്ട് ഉൾഭാഗത്ത് നല്ലതുപോലെ ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴും എല്ലാ അടിഭാഗത്തുള്ള എല്ലാ സൈഡുകളും നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇതിൽ വേണമെങ്കിൽ ചെറിയ കല്ലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കല്ലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് മണലും സിമെൻറ്റും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടിഭാഗത്ത് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലതുപോലെ ഉൾഭാഗത്തും ഞാൻ സിമെൻറ്റും മണലും ചേർത്തിട്ടിട്ടുണ്ട്. ഇത് പ്രത്യേകമായി ഒന്ന് പറയാനുള്ളത്, ഞാൻ കൈകൊണ്ട് അതിൽ തൊടുന്നത് കണ്ടിട്ട് നിങ്ങൾ നേരെ സിമെൻറ്റ് കൈകൊണ്ട് കുഴക്കാനൊന്നും പാടില്ല. കൈ പൊള്ളും, തോല് പൊളിയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നെങ്കിൽ ഗ്ലൗസ് ഇടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത്, വെള്ളം നമ്മളിങ്ങനെയൊക്കെ ചെയ്താലും അടിഭാഗത്ത് കൂടെ ചെറുങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഇതിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റ് കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു സിമെൻറ്റ് നല്ലതുപോലെ കലക്കിയിട്ട് മേലെക്കൂടെ ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ വെള്ളം പോകില്ല, നല്ലതുപോലെ ടൈറ്റായി കിട്ടും, വെള്ളം നല്ലോണം നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം ലൂസിൽ തന്നെ ഞാൻ സിമെൻറ്റ് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ താത്തി ഒഴിച്ചു കൊടുക്കണമല്ലേ. നമ്മൾ ആദ്യം സിമെൻറ്റ് ഇട്ടത് നമ്മളിപ്പോൾ ഇട്ടിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ ഇങ്ങോട്ട് പോരും. എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ രൂപത്തിൽ എല്ലാ ഭാഗത്തും ആയി കൊടുക്കുക. എന്നാൽ ഇത് ഉറച്ച് കഴിയുമ്പോൾ നല്ല
ഉറപ്പുണ്ടാകും, വെള്ളം അടിയിലോട്ടൊന്നും പോകൂല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ല 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഉണങ്ങി കിട്ടണ്ടേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യും. ഒന്ന് ഉണങ്ങി ചെറിയ രൂപത്തിൽ ഉണങ്ങി വന്നാൽ 4 ഭാഗത്തൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം സെറ്റാകും. നനച്ചു കൊടുക്കുക, അതറിയാലോ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് ഉണങ്ങി സെറ്റാകുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ നടുവിൽ ചെറിയൊരു ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് വെള്ളത്തിൽ വളരുന്ന ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അതേപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള കല്ലും വേണമെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഈ ഗ്ലാസ് നല്ലതുപോലെ അവിടെ വെച്ചാൽ ഉണങ്ങുമ്പോൾ അവിടെ സെറ്റായി നിന്നോളും. ഇനി ഇതിൻ്റെ സൈഡിൽ നല്ല കുറച്ച് കല്ലുകളും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് സെറ്റാകുന്നതിൻ്റെ മുമ്പ് തന്നെ. ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് കല്ലുകളും വെച്ച് കൊടുക്കുക. അത് ഞാൻ ഇപ്പം തന്നെ വെക്കുന്നത് അതിൽ നല്ലോണം സെറ്റായി നിൽക്കും അവിടെ വെച്ചാൽ, അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെക്കുകയോ വെക്കാതിരിക്കുകയോ എന്തും ചെയ്യാം. ഞാൻ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസും അതേപോലെ കുറച്ച് കല്ലുകളും അതിൽ സെറ്റാകുന്നതിന് മുമ്പ് അതിൽ പിടിപ്പിച്ചതെന്ന് മാത്രം, എന്നാൽ നല്ലപോലെ അതിൽ അവിടെ നിൽക്കും, അതിന് വേണ്ടിയാണ്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ അതിൽ കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഓടിൽ നല്ലതുപോലെ പെയിൻ്റ് അടിച്ചെടുക്കണം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാവയാണ് കേട്ടോ. ഒരു 100 ഗ്രാം ലൂസും ഒക്കെ വാങ്ങാൻ കിട്ടും, അല്ലാതെ അതിൻ്റെ പാക്കറ്റും വാങ്ങാൻ കിട്ടും. നമുക്ക് കുറച്ചല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസ് വാങ്ങിയിട്ടുണ്ട്. അത് അല്പം വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി എടുത്തിട്ട് നമുക്ക് ഈ ഓടിൻ്റെ പുറം ഭാഗത്ത് കളർ കൊടുത്തെടുക്കാം. ഉൾഭാഗത്ത് കൊടുക്കണ്ട കേട്ടോ, പുറം ഭാഗം മാത്രം കളറ് നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. പുറം ഭാഗത്ത് കാവി കളറൊക്കെ കൊടുത്തു, ചെറുങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉൾഭാഗത്ത് നമുക്ക് ഈ കളറ് കൊടുക്കണം, എന്നാലാണ് നമ്മുടെ ഈ ഫിഷ് ടാങ്കിൻ്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഉൾഭാഗത്ത് ഈ പെയിൻറ്റ് നല്ലതുപോലെ കൊടുക്കാം. ഇപ്പോൾ പുറം ഭാഗത്ത് കാവയും ഉൾഭാഗത്ത് ഈ കളറൊക്കെ നമ്മൾ കൊടുത്തു, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകി എടുക്കണം. ഇതിലുള്ള സ്മെല്ലും ഇതിൻ്റെ കെമിക്കലൊക്കെ പോയി കിട്ടണം. ഈ പെയിൻറ്റിന് തന്നെ ഒരുപാട് കെമിക്കൽ ഉണ്ടാവും, അതേപോലെ നമ്മൾ സിമെൻ്റൊക്കെ ഇതാക്കിയതല്ല, അതിൻ്റെ കെമിക്കലൊക്കെ പോയി കിട്ടണം. അതിന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മുഴുവനായും നല്ലോണം തുണിയിട്ട് ഉരച്ചെടുക്കണം. അല്ലാതെ നമ്മളിതിൽ വെള്ളമൊഴിച്ച് മീനിട്ടാൽ മീൻ രാവിലെ ഇട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ചത്തുപോകും. അപ്പോൾ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം വെള്ളമൊഴിച്ച് മീനിടാൻ നിൽക്കരുത്, ചത്തുപോകുന്ന ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നല്ലതുപോലെ വെള്ളമൊഴിച്ചിട്ട് മുഴുവൻ ഭാഗങ്ങളും പുറത്ത് ഒഴിക്കണ്ട കേട്ടോ, ഉൾഭാഗത്ത് മാത്രം നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ അതിൽ നിന്ന് കളയണം. ഞാനീ പറഞ്ഞ രൂപത്തിലൊക്കെ കഴുകി കഴിഞ്ഞാലും നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് 1-2 ദിവസം അതിൽ വെക്കണം. എന്നിട്ട് വെള്ളത്തിന് എന്തെങ്കിലും മണമോ ഈ പെയിൻറ്റിൻ്റെ മണമോ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം മീനിടാം. ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പിന്നെ ഒരു ദിവസം അതിൽ വെള്ളം നിറച്ച് വെച്ചു. എന്നിട്ട് ഒന്നും കൂടെ അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് മീനിടാൻ വേണ്ടി ഇപ്പം വെള്ളം നിറക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് ഉള്ളിൽ അടിക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ, ഏറ്റവും നല്ലത്. എന്നിട്ട് ഉള്ളിൽ സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്ന വേഗം ഉണങ്ങി കിട്ടും. സാധാ പെയിൻ്റ് അടിക്കുമ്പോൾ ഉണങ്ങി കിട്ടാനൊക്കെ കുറേ ടൈം എടുക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലെ വെള്ളം നിറച്ചിട്ട് 1-2 ദിവസം വെക്കുക. എന്നിട്ട് അതിൽ മീനിനെ കൊണ്ടുപോയി ഇടണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പായലിട്ടിട്ടുണ്ട്, അതേപോലെ വെള്ളത്തിൽ വളരുന്ന ചെറിയ ചെടിയൊക്കെ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിൽ നമുക്ക് എന്താക്കാം, മീനുകൾ ഇവിടെ തന്നെ 2-3 സൈസ് മീനുണ്ട്. നമുക്ക് ഗോൾഡ് ഫിഷ് നമുക്കിതിലേക്ക് കൊണ്ടുപോയിടാം. നമുക്ക് മീനെ പിടിച്ചാലോ? മീനെ പിടിക്കാൻ എൻ്റെ ചെറിയ ടയറിൻ്റെ ചെറിയ കുളങ്ങളുണ്ട് ഇവിടെ. ഇതിലാണ് ഒരു 5, 6, 7 ഗോൾഡ് ഫിഷ് ഉണ്ട്. അതിൽ നിന്ന് 2 നമുക്ക് മെല്ലെ പിടിച്ചിട്ട് അതിൽ കൊണ്ടുപോയി വിട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.